ഭദ്ര എന്ന് പറയുന്നത് പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു കെട്ടുകഥയാണ്. എൻ്റെ പേര് ജിനേഷ് മുകുന്ദൻ. നമ്മുടെ പുതിയ പ്രോജക്റ്റായ ഭദ്ര ഈ വരുന്ന 23-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് റിലീസ് ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് സെൽവകുമാർ. ഭദ്രയിലെ എൻ്റെ ക്യാരക്ടർ നെയിമാണ് മഹി എന്ന് പറയുന്നത്. എല്ലാവരും ഭദ്ര എന്ന ടൈറ്റിൽ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ലേഡീനെ കുറിച്ചുള്ള കഥയായിരിക്കും, അല്ലെങ്കിൽ ട്രെയിലർ കണ്ടിട്ട് വിചാരിക്കും ഫുൾ ആൻഡ് ഫുൾ ചാത്തനെ കുറിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ അതല്ലാതെ ഇതിലൊരു ഫ്രണ്ട്ഷിപ്പും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് രമ്യാദാസ്. ഭദ്ര എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മിത്താണ്. ഈ ഷോർട്ട് ഫിലിം ഫുള്ളും ഒരു മിത്ത് തന്നെയാണ്. കാരണം ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഭദ്രയാണ്. അപ്പോൾ അതത്രയും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യണമല്ലോ. അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായപ്പോൾ ആദ്യം ഞാൻ ഡയറക്ടർ സാറിനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യാം. അങ്ങനെ 2 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഏകദേശം ഓക്കെ ആയി എന്ന് തോന്നിയപ്പോഴാണ് ഫിക്സ് ആയത്. എൻ്റെ പേര് ശൈലു പ്രേം. ഇതിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. സിനിമയിലെ ആർട്ട് വർക്ക് എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ട് ആണെന്ന് ഇതിൽ പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ലെങ്തി ഡയലോഗ്സും ഇത്ര ലെങ്തായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നത്. അല്ലാതെ ചെറിയ ചെറിയ രീതിക്കുള്ള ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടീമാണ്. ടീം എല്ലാവരും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാകുമ്പോൾ നമ്മളും അത് അവർക്ക് കൂടെ നിൽക്കുക എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. ഒരു 4 മണിക്കൂറുള്ളൊരു കഥയാണ് അരമണിക്കൂർ കൊണ്ട് അതിൽ ഉൾക്കൊള്ളിച്ച് ഒരു ഷോർട്ട് ഫിലിമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ കേൾവി മാത്രമുള്ള കുറച്ച് പഴയകാല കഥകളുണ്ട്, ചാത്തൻ്റെ കഥകൾ. അത് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന നല്ലൊരു അവസരമാണ്. ഭദ്ര എന്ന് പറയുന്നത് പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു കെട്ടുകഥയാണ്. അതിപ്പോഴും പരസ്യമായും രഹസ്യമായും ചെയ്തു വരുന്നവർ ഒരുപാട് പേരുണ്ട്. ഭദ്ര എന്ന് പറയുന്നത് 4 മണിക്കൂർ ദീർഘമുള്ള ഒരു കഥയാണ്. അത് അരമണിക്കൂർ കൊണ്ട് തീർത്തോ എന്ന് ചോദിച്ചാൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അവസാനത്തെ 30 സെക്കൻഡ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഷൂട്ടിംഗ് സമയത്ത് കോയിൻസിഡൻ്റായിട്ട് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ എത്ര സേഫ്റ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും ഈ പന്തത്തിൽ നിന്ന് വീണ് തീ കാരണം നമ്മളെ ടീമിലുള്ള ഒരാൾക്ക് ഒരു പൊള്ളലുണ്ടായി. അത് കാരണം മാക്സിമം ഒരു 2 മാസം ഷൂട്ട് നിർത്തി വയ്ക്കേണ്ടി വന്നു. പ്രധാനമായിട്ട് വേണ്ട ഒരു വീടുണ്ടായിരുന്നു കാട്ടിനകത്ത്. കുറച്ച് നമുക്ക് തന്നെ പേടിയായിരുന്നു അത്. ആ ഒരു ലൊക്കേഷനും ആ ഒരു കാടും അത് ഒരുപാട് പാടുപെട്ടു ഞാനും DOPയിലെ വിഷ്ണുവും. നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഫുള്ള് നൈറ്റായിരുന്നു ഷൂട്ട്. 4 ദിവസം നൈറ്റ് ഷൂട്ടുണ്ടായിരുന്നു. ഫുൾ നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ കാടിനകത്തായിരുന്നു. വീടോ കടകളോ ഒന്നുമില്ല. രാത്രി കുറുക്കൻ്റെ ശല്യവും പന്നിയുടെ ശല്യവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് DOP സെക്ഷനാണ്. അത് പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. അവർ ഇപ്പോൾ കാട്ടിൽ അത്രയും റിസ്ക് എടുത്താണ് അവർ ഓരോ വർക്കും ചെയ്തത്. ഇപ്പോൾ ലൈറ്റ്സ് കൊണ്ടുപോകാനായാലും അവിടെ ഓരോ ഷൂട്ടിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആയാലും ഷൂട്ട് ചെയ്യുന്നതായാലും അത്രയും റിസ്ക് എടുത്താണ് അവർ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഈ ഭദ്ര കണ്ടു കഴിയുമ്പോൾ ഘോരദേശവും ഭദ്രയും അനന്തനും മഹിയും നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുറപ്പാണ്.